കോൺഗ്രസിലെ മുഖ്യമന്ത്രി വിവാദത്തിനിടെ കെ.സി. വേണുഗോപാലിന് പരോക്ഷ പിന്തുണയുമായി അജയ് തറയിൽ രംഗത്ത്. എം.എൽ.എ അല്ലാത്തവർക്കും മുഖ്യമന്ത്രിയാകാം. എ.കെ. ആന്റണി അടക്കമുള്ളവർ അങ്ങനെ മുഖ്യമന്ത്രി ആയിട്ടുണ്ടെന്നും പണിയെടുക്കുന്നവർ മുഖ്യമന്ത്രി ആകട്ടെ എന്നത് തന്റെ അഭിപ്രായം മാത്രമെന്നും അജയ് തറയിൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ആർക്കും മുഖ്യമന്ത്രിയാകാമല്ലോ, എന്ത് കുഴപ്പമില്ല. ഞാനിപ്പോൾ എം.എൽ.എ ആകാത്തൊരു മുഖ്യമന്ത്രി ആകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരാളെ പിന്തുണക്കുന്നില്ല. എ.കെ. ആണെങ്കിൽ 2 വർഷം കാലത്ത് മുഖ്യമന്ത്രി ആയില്ലേ, ഇ.കെ. നായനാർ മുഖ്യമന്ത്രി ആയില്ലേ, അതുപോലെ എത്രയോ സമയങ്ങളിൽ ഓരോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ത്യയിൽ പല സ്ഥലത്തും ഉണ്ടായിട്ടില്ലേ. അത് രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ചുണ്ടാകുന്ന തീരുമാനങ്ങളാണ്. അത് എം.എൽ.എമാർ തീരുമാനിക്കും. എം.എൽ.എമാർക്കാണ് അവകാശം. ആ എം.എൽ.എമാരുടെ അവകാശങ്ങൾ കൈകടത്താൻ ഞാൻ ആരുമല്ല. കോൺഗ്രസിലെ മുഖ്യമന്ത്രി വിവാദത്തിൽ സൈബർ ലോകത്തും പോര് കടുക്കുകയാണ്. കെ.സി. വേണുഗോപാലിനെതിരെ വി.ഡി. സതീശൻ അനുയായികളുടെ ചാറ്റ് പുറത്ത്. സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി പ്രവർത്തിക്കേണ്ടത് കേരളത്തിൽ മാത്രമല്ലെന്നും ഈ പണി മറ്റ് സംസ്ഥാനങ്ങളിൽ എടുത്താൽ ജയിക്കാമായിരുന്നു എന്നും വിമർശനമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. സഹിൻ, എന്തായാലും ഒരു 10 ദിവസത്തിന് അപ്പുറം മെയ് 4-ന് തീരുമാനിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ജയിച്ചാൽ തീരുമാനിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ നമ്മൾ കാണുന്നത് ഇത്തരത്തിൽ 3 പ്രധാനപ്പെട്ട നേതാക്കളും അവരുടെ ഇമേജ് വർദ്ധിപ്പിക്കുന്ന തരത്തിൽ അവരുടെ അനുയായികൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇടപെടുന്നതാണ്. അതിലേറെ അത് പരസ്പരമുള്ള ഒരു പോരിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ഇപ്പോൾ അജയ് തറയിൽ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പോലും ഈ പ്രതികരണവുമായി വരികയാണ്. തീർച്ചയായിട്ടും രജീഷ്, അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി UDF മുൻപ് വി.ഡി. സതീശൻ പറഞ്ഞിരുന്നത് ടീം UDF എന്നായിരുന്നു. പക്ഷെ അതൊക്കെ മാറി, ഇപ്പോൾ കോൺഗ്രസ് ആയി മാറി എന്നുള്ളതാണ്. കോൺഗ്രസ് അവരുടെ തനി സ്വഭാവം കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. 3 നേതാക്കളും മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ഒരു ഓട്ടത്തിലേക്കാണ്. ഇതുവരെയും ഭരണം ആർക്ക് ലഭിക്കുമെന്നുള്ളതിൽ പോലും ഒരു ഉറപ്പ് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഘട്ടത്തിലാണ് കോൺഗ്രസിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണം, ഒപ്പം തന്നെ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം. രമേശ് ചെന്നിത്തല അനുകൂലികൾ പറയുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയാകണമെന്നുള്ളതാണ്. എന്തായാലും പരോക്ഷമായും പ്രത്യക്ഷമായും എല്ലാം പല നേതാക്കളും രംഗത്ത് വന്നും കഴിഞ്ഞു. ഇന്ന് അജയ് തറയിലും അത്തരത്തിലുള്ള ഒരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി ആകുന്നത് ആർക്ക് വേണമെങ്കിലും ആകാം, എം.എൽ.എ ആകാത്ത ആർക്കും ആകാം എന്നുള്ളത് തന്നെയാണ്. മുൻപ് അദ്ദേഹം ചില ഉദാഹരണങ്ങൾ സഹിതമാണത് പറഞ്ഞു വെക്കുന്നത്. മുൻപ് എ.കെ. ആന്റണി മുഖ്യമന്ത്രി ആയിട്ടുണ്ട്, ഒപ്പം തന്നെ ഇ.കെ. നായനാർ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആകുന്നതിൽ തെറ്റില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് തൻ്റെ അഭിപ്രായം പണിയെടുക്കുന്നവർ മുഖ്യമന്ത്രി ആകട്ടെ എന്നുള്ളതാണ്. അങ്ങനെ പണിയെടുക്കുന്നവർ എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കെ.സി. വേണുഗോപാലിനെ തന്നെയാണ്. മറ്റൊരു സംഭവം മറ്റൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വി.ഡി. സതീശൻ്റെ ആളുകളാണ്. കേരള ഇലക്ഷൻ 2026 VDS എന്നുള്ളൊരു ഗ്രൂപ്പ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും എല്ലാം ചേർന്നുണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ ഗ്രൂപ്പിൽ വി.ഡി. സതീശന് അനുകൂലമായി പ്രചരണങ്ങൾ നടത്തുവാനും ഒപ്പം തന്നെ കെ.സി. വേണുഗോപാലിനെ ഇകഴ്ത്തി കാണിക്കുവാനുമുള്ള ആഹ്വാനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, എന്തിനാണ് കെ.സി. വേണുഗോപാലിനെ കേരളത്തിലെ മുഖ്യമന്ത്രിയാകുന്നത്, പകരം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകത്തെ ഒരേ ഒരു തീ അത് വി.ഡി. സതീശനാണ്. ആ രീതിയിലെല്ലാം പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി ആകാനെടുക്കുന്ന പണി അത് മറ്റ് സംസ്ഥാനങ്ങളിൽ കെ.സി. വേണുഗോപാൽ എടുത്തിരുന്നെങ്കിൽ തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം അദ്ദേഹം, ഈ ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം ഈ പണിയെടുത്തിരുന്നെങ്കിൽ അവിടെയൊക്കെ വിജയിക്കുമായിരുന്നു. സംഘടനാ ജനറൽ സെക്രട്ടറി കേരളത്തിൽ മാത്രം ഒതുങ്ങേണ്ട ആളല്ല. അദ്ദേഹത്തെ കേരളത്തിൽ മാത്രം ഒതുക്കാൻ ആരാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ഈ വി.ഡി. സതീശൻ അനുകൂലികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകുന്നു. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കെ.സി. വേണുഗോപാലിനെതിരെ സൈബർ ആക്രമണം നടത്താനുള്ള ആഹ്വാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയ രീതിയിൽ കോൺഗ്രസിനുള്ളിലുള്ള ഒരു പോര് മറ നീക്കി പുറത്തു വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ സമയത്തും രമേശ് ചെന്നിത്തലയുടെ ആളുകൾ നിശബ്ദമായി രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി പ്രചരണം നടത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ 3 നേതാക്കൾക്ക് വേണ്ടിയും സംസ്ഥാനത്തെ പല കെ.സി. വേണുഗോപാൽ രാജസ്ഥാനിലെ രാജ്യസഭ MP സ്ഥാനം ഒഴിവാക്കിയാണ് പാർലമെന്റിൽ മത്സരിച്ചത്. അത് കഴിഞ്ഞ് 2 വർഷം ആകുന്നേ ഉള്ളൂ. ആ മത്സരം കഴിയുമ്പോഴത്തേക്ക് മറ്റൊരു മത്സരത്തിലേക്ക് പോയിട്ടില്ല. ഇനിയിപ്പോൾ കെ.സി. വേണുഗോപാലിന്റെ പേരൊക്കെ വന്നാൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് വരേണ്ട സാഹചര്യമുണ്ട്. ഇതൊക്കെ ഉന്നയിച്ചാണ് ഈ വിമർശനം ഉയരുന്നത്. ഈ സാധാരണഗതിയിൽ നമ്മൾ കണ്ടത് കെ.സി. വി.ഡി. സതീശൻ എന്ന തരത്തിലേക്ക് ആ ചർച്ച വന്നപ്പോൾ ഈ രമേശ് ചെന്നിത്തല അല്പം പിന്നിലായിരുന്നു കാര്യങ്ങളെങ്കിൽ രമേശ് ചെന്നിത്തല ഇപ്പോൾ കേരള യാത്രയൊക്കെ തുടങ്ങുകയാണ്. കൂടുതൽ ആളുകളുമായി നേരിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സംവദിക്കാനുള്ള ഒരു പുറപ്പാടിലാണ്. ഇതിവിടെ രുചീഷൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ രമേശ് ചെന്നിത്തലയോളം വേരുകളുള്ള മറ്റൊരു നേതാവ് കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുണ്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം വി.ഡി. സതീശനാണെങ്കിലും കെ.സി. വേണുഗോപാലിനാണെങ്കിലും പ്രാദേശിക തലത്തിൽ രമേശ് ചെന്നിത്തലയോളം വേരുകളില്ല. കാരണം അദ്ദേഹത്തിന് ഓരോ പ്രദേശത്ത് ചെന്നാലും അവിടെ ഏതെങ്കിലും ഒരു പ്രവർത്തകനോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രാദേശിക നേതാവോ അദ്ദേഹത്തിൻ്റെ ആളായിരിക്കും. അദ്ദേഹത്തിന് പേരെടുത്ത് അവരെ വിളിക്കാനുള്ള ഒരു പ്രത്യേകതയും അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല, രമേശ് ചെന്നിത്തല ഗ്രൂപ്പ് ഇന്ന് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം
ഏറ്റവും ശക്തമായ അടിത്തട്ടിൽ വേരുകളുള്ള ഒരു ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പണികളെല്ലാം നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ തന്നെയാണ് VD സതീശൻ അനുകൂലികളും ഒപ്പം തന്നെ KC വേണുഗോപാൽ അനുകൂലികളും ശക്തമായി ഇരുവരെയും മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിക്കാനുള്ള ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ മൂന്ന് നേതാക്കളും തമ്മിലുള്ള ഉൾപോര് ശക്തമായി കഴിഞ്ഞിരിക്കുന്നു. പുറമേ ഇവർ ചിരിച്ചു കാണിക്കുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഇവരുടെ നേതാക്കളും ഒപ്പം തന്നെ അണികളും എല്ലാവരും തമ്മിലുള്ള പോര് ശക്തമായി തുടങ്ങിയിരിക്കുന്നു.